ഹായ് ഫ്രണ്ട്സ്, NS കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്നോട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പോകുന്നത് ഒരു അടിപൊളി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ തക്കാളി, പിന്നെ പൊട്ടാറ്റോ 2 പീസ്. അത് അത്യാവശ്യം ഇത് വലിപ്പമുള്ള പൊട്ടാറ്റോ ആണ്. പിന്നെ വേണ്ടത് കറിവേപ്പില, മല്ലിയില ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് നമ്മുടെ ബീഫാണ്. ബീഫ് ഒരു 100 ഗ്രാം ബീഫുണ്ട്. അത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പ് ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. വേവിച്ചൊന്നും വെച്ചിട്ടില്ല, സോക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ചെയ്യേണ്ടത് ഈ പൊട്ടാറ്റോ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് വരാം. ഞാനപ്പോൾ അത് വഴറ്റാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി നേരത്തെ പറയാനായിട്ട്. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിൽ ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ടാണ് ഇടാനായിട്ട്. തക്കാളി വഴന്നൊന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അതൊന്ന് ഇതിനകത്തൊന്നിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ടാണ് ചൂടാക്കിയെടുക്കാൻ പറഞ്ഞത്. നന്നായിട്ട് മസാലയൊക്കെ അതിനകത്തേക്കൊന്ന് പിടിക്കാനായിട്ടാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ സോസ് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. ഒരുപാട് അങ്ങോട്ട് ഇതായി പോകണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് അങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ ബീഫും ഇതും കൂടിയിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അറിയണ്ട, ഒരുവിധം ഇതായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കട്ട്ലറ്റിനൊക്കെ എടുക്കുന്ന ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം. നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണ് റവയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. നമുക്കിതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ അങ്ങനെ നമ്മുടെ ഫിംഗർ ഷേപ്പിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. റൗണ്ടിലോ ബോളുകളൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാണെങ്കിൽ അങ്ങനെയാലും ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് 3 ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ. ഒന്ന് കട്ട്ലൈറ്റിൻ്റെ രൂപത്തിൽ, പിന്നെ ഒരെണ്ണം ചെറിയ ബോളുകളായിട്ട്, ഒരെണ്ണം ഫിംഗറിൻ്റെ രൂപത്തിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാൻ നമുക്കിതിനെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വറുത്തെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടില്ല. നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. അപ്പം നമ്മുടെ ഗോതമ്പിൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും. ബൈ.